പറയാൻ പോകുന്നത് വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചാണ്. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കുടമൂലാറ് രൂപതയിലെ പുട്ടത്തുപാടത്ത് വീട്ടിൽ ഔസേപ്പിൻ്റെയും ഭാര്യ മറിയാമ്മയുടെയും മകളായി അൽഫോൻസ 1910 ഓഗസ്റ്റ് 19 ജനിച്ചു. ഈ കുട്ടിക്ക് അന്ന എന്ന പേരിലാണ് ജ്ഞാനസ്നാനം നൽകിയത്. എന്നാൽ അവളുടെ മാതാപിതാക്കന്മാർ വാത്സല്യപൂർവ്വം അവളെ അന്നക്കുട്ടി എന്ന് വിളിച്ചു. അനേക വർഷങ്ങൾക്കു ശേഷം മഠത്തിൽ ചേർന്നപ്പോഴാണ് അവൾ അൽഫോൻസ എന്ന് വിളിക്കപ്പെട്ടത്. അവൾ ശിശുവായിരുന്നപ്പോൾ അമ്മ മരിച്ചു. അവളുടെ വളർത്തമ്മ അവളോട് ക്രൂരമായി പെരുമാറി. അതുകൊണ്ട് അവളുടെ അമ്മായിയാണ് അവളെ വളർത്തിയത്. അമ്മായി അവളെ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അലങ്കരിച്ചു നടത്തി. ദയുള്ള ഹൃദയത്തോടു കൂടിയ ഒരു പെൺകുട്ടിയായിരുന്നു അന്നക്കുട്ടി. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അന്നക്കുട്ടിയെയും കൂട്ടുകാരി ലക്ഷ്മിയെയും കുസൃതിക്കാരായ ഒരു പയ്യൻ തല്ലിയിട്ടു. രണ്ടുപേരും താഴെ വീണു. തിരിച്ചടിക്കാൻ ലക്ഷ്മി ആഗ്രഹിച്ചു. എന്നാൽ അന്നക്കുട്ടി പറഞ്ഞു, ലക്ഷ്മി, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നാം അവരോട് ക്ഷമിക്കുന്ന പക്ഷം നമ്മുടെ തെറ്റുകളും ദൈവം ക്ഷമിക്കും. ഈ ബാലനെക്കുറിച്ച് നാം ടീച്ചറോട് പരാതിപ്പെടുന്ന പക്ഷം അവന് ശിക്ഷ കിട്ടും. നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ ലക്ഷ്മി ആ ബാലനോട് ക്ഷമിച്ചു. യാചകരോട് അവൾക്ക് വലിയ ദയയുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ആരുമില്ലായിരുന്ന ഒരു ദിവസം പാചകം ചെയ്ത മുഴുവൻ ഭക്ഷണവും അവൾ യാചകർക്ക് കൊടുത്തു. അന്നക്കുട്ടി വളർന്നപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മായി ഒരു യുവാവിനെ കണ്ടെത്തി. എന്നാൽ അന്നക്കുട്ടിക്ക് യേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്നു. അവൾ വിവാഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് വൈരാഗ്യമുണ്ടാക്കാൻ വേണ്ടി പട്ടിണി കത്തുന്ന തീയിൽ അവൾ കാല് വെച്ച് പൊള്ളിച്ചു. അങ്ങനെ അവൾ വിധവയായി. അനന്തരം അവളുടെ അമ്മായിയെ കാര്യം ബോധ്യപ്പെടുത്തിയ ശേഷം യേശുവിനെ മാത്രം സ്വന്തമാക്കാൻ വേണ്ടി അവൾ മഠത്തിൽ ചേർന്നു. മഠത്തിലായിരുന്നപ്പോൾ ഒരു വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ ദയയുള്ള ഒരു അധ്യാപികയായിരുന്നു. എന്നാൽ ജീവിതം എളുപ്പമല്ലായിരുന്നു. അൽഫോൻസ എപ്പോഴും രോഗബാധിതയാകും. യേശുവിനെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും പാപങ്ങൾക്ക് പരിഹാരമായി അവളുടെ സഹനങ്ങളെല്ലാം അവൾ സമർപ്പിച്ചു. ഒരിക്കൽ ഒരു മന്ത്രി മെത്താനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മെത്താൻ അൽഫോൻസയോട് ആവശ്യപ്പെട്ടു. അവൾ മെത്താനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. അവളുടെ വാക്കുകൾ സത്യമായി തീർന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അനേകം കുട്ടികൾ അവളുടെ അടുക്കൽ വന്നു. എല്ലാവർക്കും വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. 1935 സിസ്റ്റർ അൽഫോൻസ മരിച്ചു. അവളുടെ മരണശേഷം നന്നായി പരീക്ഷ എഴുതാനും വീടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി ചെറിയ കുട്ടികൾ അവളുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചു. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചപ്പോൾ അവർ മുതിർന്നവരോട് ഇക്കാര്യം പറയാൻ തുടങ്ങി. അന്നു മുതൽ അനേകം ആളുകൾ അവളുടെ അടുക്കൽ വരാൻ തുടങ്ങി. അവളുടെ മധ്യസ്ഥതയിലൂടെ നൂറുകണക്കിന് അത്ഭുത രോഗശാന്തികൾ സംഭവിച്ചു. അവയിൽ പലതും മുടിഞ്ഞ കാലുകൾ നിവരുന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു. അവൾ തന്നെ മുടിഞ്ഞ കാലുകളോടുകൂടി ജീവിച്ചതുകൊണ്ടായിരിക്കാം ഇത്. ജന്മനാ മുടന്തനായിരുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ബാലൻ തൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ പാദങ്ങൾ പൂർണ്ണമായി നിവർന്നു. എളിമനേറിയ ജീവിതം നയിച്ച സഹനദാസി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വാർത്ത കേരളത്തിലേക്ക് പുറത്തേക്കും പരന്നു. അനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന ഭക്തരെ കൊണ്ട് ഭരണങ്ങാനം തിരക്ക് കൂടി വന്നു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അവളുടെ തിരുനാൾ ജൂലൈ 28 നമ്മൾ ആഘോഷിക്കുന്നു.